എന്താ ഇത്? അല്ല, നിങ്ങൾ വിചാരിക്കും പാറമട ജോലി ചെയ്തിട്ടുണ്ട്, അച്ഛൻ വീണു, കെട്ടിക്കാൻ പ്രായമുള്ള 3 പെങ്ങൾ, അങ്ങനെ ധനസഹായം ചോദിക്കാനല്ല. പിന്നെ എന്നും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യം വന്ന് കണ്ടന്റ് പറയും. ഇന്ന് എനിക്ക് വയ്യ, ഒരു സിറിഞ്ച് 2 ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നെയാണ്. ഇത്തവണ കണ്ടന്റ് നിങ്ങൾ എന്നെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. പറയണേ, അവരോട് കേക്കണേ. ശരി, ഞാൻ വായിക്കണം. ബിജുക്കുട്ട അപ്പുറത്തെ ഞാനങ്ങ് വായിക്കാണ്. ഞാനും പാറു എന്ന പെൺകുട്ടിയുമായി 5 വർഷം പ്രണയത്തിലായിരുന്നു. നാളെ അവളുടെ വിവാഹമാണ്. ആ വിഷമം മറയ്ക്കാനുള്ള ആഗ്രഹത്തോടെ ആഗ്രയിൽ വന്നതാണ് ഞാൻ. പ്രണയത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെ അല്ലാതെ ഞാൻ ഇവിടെ പോകാൻ. പണ്ട് നാട് വിട്ടു വന്ന കൊച്ചച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട്. സംഭവം മനസ്സിലായി? ഇനി പൊളിച്ചോ. കണ്ടന്റ് പറഞ്ഞു ഇത്ര പെട്ടെന്ന്. ദൈവമേ, ഇനി ഞാൻ പറഞ്ഞു കേട്ടണമല്ലോ. അയ്യോ, പാറുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ വീട്ടുകാർ പറയണല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചാണ്. ഇപ്പൊ ഞാൻ നാണ്ട് ഒറ്റയ്ക്ക് വന്നേക്കുന്നേ. अच्छा है ना? आओ आओ भाई, आओ इधर आओ. हाँ है हो. കേരളത്തിൽ എവിടാ? മൂങ്ങോട്. അതെ ബാബി, ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ആ ഉമ്മി കിടന്ന് മുക്കിയപ്പോ മനസ്സിലായി മലയാളിയാണെന്ന്. ദൈവമേ, ഞാൻ ഇതെവിടെ പോയാലും ഞാൻ പിടിക്കപ്പെടുമല്ലോ ഈശ്വരാ. ആണാ നീ? മാധവൻകുട്ടി. എനിക്ക് കിട്ടിയില്ലല്ലോ. എന്തുവാ? മോദം കിട്ടിയെന്ന് പറഞ്ഞു. മോദം കിട്ടിയെന്നല്ല, മാധവൻകുട്ടി. മാധവൻ എന്നാണ് എന്നെ വിളിക്കണത്. എന്താ കാര്യം? ഞാൻ കേരളം വിട്ട് വരുവാ. ഈശ്വരാ, ഇനി ഞാൻ ഓണാവധിക്ക് എവിടെ പോവും? എവിടെ പോയി ഞാൻ ഊഞ്ഞാല് കെട്ടിയാടും? എന്താന്ന് നീ കേരളം വിറ്റെന്ന് പറഞ്ഞു? അയ്യോ, കേരളം വിട്ടിങ്ങോട്ട് വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നാ? എന്റെ സമയം ശരിയല്ലണ്ണാ. ശരിയാ, നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ സമയം ശരിയല്ല. നീ അതൊക്കെ ഇത് കണ്ട, ഇതിന്റെയൊക്കെ ബിസിനസ് അല്ലേടാ മക്കളെ. അത് മാത്രല്ല വേറെ ഉണ്ട്, കയ്യിൽ കെട്ടി നോക്ക്. എത്ര ഇത്? ഇത് 150 രൂപ. ഇനി മുതൽ നിന്റെ സമയം നല്ല സമയമായിരിക്കും. ഒരു മലയാളി ഇങ്ങനെ ഒരു മലയാളിയെ പറ്റിക്കല്ല. അത് 150 രൂപ ഊച്ച വാച്ച് തന്നിട്ട്. അയ്യോ അല്ലല്ല, നല്ല വാച്ചാടാ. നീ എന്റെ കീ ബട്ടൺ ഒന്ന് അമർത്തി നോക്ക്, പാട്ട് കേൾക്കാം. നിങ്ങൾ ആരാണ്? ഞാൻ ഷഫീഖ്. എന്നെ എല്ലാരും ഷഫീഖ് എന്ന് വിളിക്കും. ഷഫീഖ് വിളിക്കൂ? പിന്നെ ഷഫീഖ്. നീ എന്താ സംഭവം വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അല്ലല്ല, ഇനിയും മാറ്റർ പറഞ്ഞ ആവർത്തന വിരസതയാവും. വേണമെങ്കിൽ വായിച്ചെടുത്തോ. ഓ, ഇതാണ് സംഭവം. സാധാരണ പ്രണയം വിജയിക്കുമ്പോഴൊക്കെ ഇവിടെ ഓരോരുത്തരും ഒന്ന് ആഘോഷിക്കാൻ വരും. എടാ, നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പ്രേമം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അണ്ണ പ്രണയിച്ചാലേ പ്രണയത്തിന്റെ വില അണ്ണൻ മനസ്സിലാവും. ആര് പ്രണയിച്ചില്ലെന്ന്? അണ്ണ ഞാൻ പ്രണയിച്ചില്ലെന്നാ? എടാ, എനിക്ക് നാട്ടിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം അവളെ വീട്ടിൽ പൊക്കി. അയ്യോ, അവളെ അച്ഛയും സഹോദരയും ആങ്ങളെ പെങ്ങളുടെ പൊന്നി. രാത്രിയാകുമ്പോ അമ്മ എല്ലാം കൂടി ഭയങ്കര തെറിവിളി. അവക്കൊരു നേഴ്സ് ചേച്ചിയുണ്ട്. അവര് തെറിവിളിയാണ് കേൾക്കാൻ സഹിക്കാൻ പറ്റും. അണ്ണൻ പറയണം, മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറയണം. ഞാൻ പറഞ്ഞെന്നാ പെങ്ങച്ചിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്ന അല്പം സ്വല്പം സ്നേഹത്തോടെയൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ജോലി കഴിഞ്ഞു വരും. ആര്? എടാ, മാന്യതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാ പിന്നെ ഞാൻ അവളെ അങ്ങ് വിളിച്ചോണ്ട് പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് താമസിക്കല്ലേ. അപ്പൊ അനിയത്തിയോ? അവളല്ലേ ഇപ്പൊ തെറി വിളിക്കുന്നത്. എന്തിന്? ഇവളെ കട്ടിയുണ്ട്. അയ്യോ, എന്തോരം നാണം കണ്ട കുടുംബമാണെന്ന് നോക്കേണ്ടത്. നിന്റെ പ്രണയം പൊളിയോളാം. നിന്റെ പ്രണയം പൊളി. അത് ദൈവികമാണ്. ദൈവികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രണയം ഒന്നും പൊളിയത്തില്ല. എനിക്ക് അന്ന് ദൈവത്തിന്റെ സൃഷ്ടികളെ ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? ഈ രാത്രി പറന്ന് നടക്കണം മിന്നാമിനിയുടെ മൂട്ടിൽ ലൈറ്റ് ഉണ്ട്. അതെന്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് മനുഷ്യർക്ക് തന്നൂടാ? രാത്രി വീട്ടിൽ പോണെങ്കിൽ നമുക്ക് ആരെ ആശ്രയം വേണ്ട, ഇങ്ങനെ കത്തിച്ചോണ്ടങ്ങ് നടന്നാ പോരെ. അതും പോരാ, രാത്രി ഓരോരുത്തന്മാര് മതിയാടുമ്പോ നമുക്ക് കണ്ടുപിടിക്കാം ഇതാ മെമ്പറിന്റെ മിനുക്കല്ലേ, അത് സുനിയുടെ മിനുക്കല്ലേ. അങ്ങനെ അതും പോട്ട് മിമിക്രിക്കാർക്ക് ഭയങ്കര ഉപകാരമല്ലേ. LED വാള് വേണ്ട, തിരിഞ്ഞ് ഇന്ന് പേര് ഇതിലങ്ങ് എഴുതി കാണിക്കാൻ. ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല. ഞാൻ പറയും ദൈവത്തിന്റെ സൃഷ്ടി നല്ലതാന്ന്. ഞാൻ എന്ത് പറയും? എടാ, നമുക്ക് മനുഷ്യർക്ക് ദൈവം വിരലുകളൊക്കെ തന്നിട്ടുണ്ട്. ആനയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പശുവിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അഥവാ ആനയ്ക്ക് വിരൽ കൊടുത്തെന്ന് വെച്ചോ, ഈ മതം ഇളവണ സമയത്ത് ആന നമ്മളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവരിൽ ചേർത്ത് വെച്ച് ഇടിക്കുന്ന രംഗം ആലോചിച്ച് നോക്ക്. അയ്യോ, അത് ഭയങ്കര ചിന്തയായി പോയല്ലോ. ചെല്ലുമ്പോ പശു ചെവുക്കൽ നോക്കി അടിക്കി നോക്കി നോക്ക്. അയ്യോ, അതും ഭയങ്കര ചിന്തയല്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ദൈവത്തിന്റെ സൃഷ്ടി നല്ലതാ. നല്ല സൃഷ്ടിയാണ്. എന്റെ കൊച്ചച്ഛൻ ഇവിടെ ഞാൻ കാണുവാ, നീ ഒന്ന് കണ്ടുപിടിച്ച് തരണേ. എന്റെ കൊച്ചച്ഛന്റെ പേര് പറയടാ. എന്റെ കൊച്ചച്ഛൻ നാണ്ട് ഇവിടെ ഉണ്ട്. കണ്ടാ പറയൂലേട്ടാ. എന്തുവാ? നീ ഇങ്ങനെ ചേട്ടന്റെ മോനാണെന്ന്. ആരുടെ? എടാ, ഇത് എന്താണെന്ന് അറിയാമോ? താജ്മഹൽ. ഇത് പ്രണയത്തിന്റെ സ്മാരകമായിട്ട് ഷാജോൺ നിർമ്മിച്ചതാണ്. ഷാജഹാൻ നിർമ്മിച്ചതാണ്. എന്റെ കൊച്ചച്ഛൻ ഇവിടെ നടക്കുന്നു. കൊച്ചച്ഛന്റെ പേര് പറടാ. മോഹനൻ.
മോഹൻജി മോഹൻജിയുടെ ചേട്ടന്റെ മോനാ ആണ്. എന്റെ പൊന്നേ ഈ ചെറുക്കന്റെ അടുത്താണ്. മക്കളെ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ടണ്ണ. എടാ വേണമെന്ന് പറഞ്ഞാലും ഒന്നുമില്ലല്ലോ തരാൻ. ഈ ദൈവമേ ഈ ചെറുക്കന് ഞാൻ ഇപ്പൊ എന്ത് കൊടുക്കും ഈശ്വരാ? ഒരു കാര്യം ചെയ്യ്, അണ്ണ എനിക്ക് ഒരു ഹിന്ദി പഠിപ്പിച്ചു തരുമോ? നിനക്ക് ഏത് ഹിന്ദി വാക്കാ അറിയേണ്ടത്? എനിക്ക് ആഹാരം ഇവിടെ ഒന്ന് ചോദിക്കണല്ലോ. അന്നം കാന 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 കാന. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് കൊച്ചു വരും അങ്ങോട്ട് പോ എന്ന് പറയുന്നതിന് എന്താ പറയണം? അങ്ങോട്ട് പോകണം. ആ ഇതറാവോ മതി എനിക്കായത്. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് എന്നെ വിളിക്കണമെങ്കിലോ? ഇതറാവോ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കണമെങ്കിലോ? ഇതറാവോ. അപ്പൊ എങ്ങോട്ടെങ്കിലും പോണോന്ന് പറയണമെങ്കിലോ? ഇതറാവോ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾക്ക് ഇതറാവോ എന്ന് മാത്രം അറിയ, വേറെ ഒരു ഹിന്ദി അറിഞ്ഞൂടാ. മോഹൻജി മോഹൻജി നോയിക്കൊണ്ടിരിക്ക ഉമ്മ വേടാ. എന്നെ അല്ല എടാ അങ്ങനെ കയ്യിൽ ഉമ്മ വയ്ക്കാൻ. അയ്യോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 4 കറി ഉണക്കമീൻ നിന്ന് ഏതോ ഒരുത്തരാണ്. എടാ ഇതാണ് മോഹൻജി. ഇതറാവോ. ചുപ്പുറാകോ. ഞാൻ ഇന്ന് ഇവിടുന്ന് മലേഷ്യക്ക് ഒരു പുതിയ കൊട്ടേഷന് പോവുകയാണ്. ഞാൻ കൊട്ടേഷന് പോയ കാര്യം ആരും അറിയരുത്. ഞാൻ നീ മാത്രമേ അറിയാവുള്ളൂ. പോയി പറഞ്ഞല്ല. വല്ല ബംഗാളി അറിയുന്നതിന് ഞാനെന്തോ കേട്ട്. ബംഗാളി അല്ലാതെ ചേട്ടന്റെ മോൻ. നിനക്ക് ഇത്രയും വലിയ ചേട്ടന്റെ മോനുണ്ടാടാ? അയ്യോ എന്റെ അല്ല, നിങ്ങളെ ചേട്ടന്റെ മോൻ. എന്റെ കൊച്ചച്ചാ, കുഞ്ഞമ്മ ഓടാ. എന്നെ താജ്മഹാളിൽ ഇറങ്ങി പോടാ. കൊച്ചച്ച ഫോൺ വിളിച്ചപ്പോ വാ എല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചത്? അത് ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. ഹലോ ഇത് നിങ്ങളെ ചേട്ടന്റെ മോനല്ല. അതിന്? അവനൊരു കയ്യബദ്ധം പറ്റി. അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണ് വേറെ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവൻ വിഷമം കൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളല്ലേ സഹായിക്കണത്. അത്രയല്ലേ നീ ഇവരും അറിഞ്ഞുള്ളൂ. ഓ എടാ പെണ്ണിന്റെ കല്യാണം മുടങ്ങിയെന്ന്. കല്യാണം മുടങ്ങി. പാറു എനിക്ക് പാറ നിനക്കല്ല. എടേ ആ പെണ്ണ് വേറെ അവന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അയ്യോ എന്റെ പാറു അങ്ങനെ ചെയ്യൂല. എന്റെ പാറു തന്നെ അങ്ങനെ ചെയ്തത്. ഇപ്പൊ അവളെ വീട്ടുകാരെല്ലാം കൂടെ വിചാരിച്ചു വെച്ചേക്കണത് അവളും ഇവനും കൂടെ ഇവിടെ താജ്മഹാലെ ചുറ്റി കാണാൻ വന്നെന്ന്. അയ്യോ എടാ കേരളം മൊത്തം എന്നെ ഇടിക്കാൻ വേണ്ടി പറഞ്ഞടാ. അതുകൊണ്ടല്ലേ മലേഷ്യയിൽ കൊട്ടേഷൻ ഉണ്ടോന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ മുങ്ങാൻ പോയത്. കൊച്ചച്ചാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പാറു എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ല. 24 മണിക്കൂറും പ്രണയിക്കുമ്പോ വിളിക്കൂല, സിനിമ കാണാൻ പോണോന്ന് പറയൂല, ബീച്ചിൽ പോണോന്ന് പറയൂല. ഈ 5 വർഷമായിട്ട് എന്റെ പ്രൈവസിയിൽ അവള് നുഴഞ്ഞു കയറിയിട്ടില്ല. എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? എന്തുവാ? ഈ 5 വർഷം കൊണ്ട് അവളെ പ്രൈവസിയിലേക്ക് ആരോ നുഴഞ്ഞു കയറി. എടാ ഷെബീക്കെ, ചോളം പുഴുങ്ങായിട്ടാ. ഓളം പുറന്നായിട്ടില്ല. എന്നാ ഈ കിഴങ്ങിനെടുത്ത് അതിലിട്ട് പുഴുകടാ. കൊച്ചച്ച അങ്ങനെ പറയല്. കൊച്ചച്ച ഇവിടുത്തെ അണ്ടർവേൾഡ് കിങ് അല്ലേ? അണ്ടർവെയർ ആക്കാൻ പൈസ ഇല്ല, പിന്നെ ഞാൻ അണ്ടർവെയറിന് കിന്ന്. ഇടാ നിനക്കറിയാമോ, തോണ്ട അവിടെ ഇരുന്ന് ചുക്കാപ്പി കച്ചവടം എനിക്ക് തോന്നി ആ തോട്ടിന്റെ കരയിൽ. ആ തോടല്ലല്ലോ, കുളമല്ലയോ? അയ്യോ ദൈവമേ, കൊച്ചിച്ചനും മോനും കൂടെ ചേർന്ന് യമുനാ നദിയെ കുളവും പൊട്ടന്മാര്. ഞാൻ എന്തിനു പറയാ? നിങ്ങളല്ലേ പറഞ്ഞത് കൊച്ചച്ചനെ കണ്ടുകഴിഞ്ഞാൽ എല്ലാരും ഓടുവന്ന്? ഓ പിന്നെ ഇങ്ങനെ ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പൈസ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും ഓടിക്കളയോടാ. ആണോ? നിങ്ങൾ ഓടാത്ത എന്താ? എന്റെ പൈസ ഇല്ലെന്ന് അങ്ങനെ അറിയാലോ. ആണ്ടാ കൊച്ചച്ച, നിങ്ങൾ ഇവിടുത്തെ ഭയങ്കര കോടീശ്വരനല്ലേ? ഞാനാ എടാ OLX മുറിവീടിക്ക് ഓർഡർ കൊടുക്കണ ഒരേ ഒരാളെ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് എവിടെ വേണ പൈസ? നീ പോടാ ഇവിടെ. നീ നിന്റെ അച്ഛൻ എന്റെ കൺമുമ്പ് കണ്ടുപോലും. ഇവന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു പണി തന്നു. എന്ത് പണി? ഞാനും ഇവന്റെ അച്ഛനും കൂടെ കൃഷ്ണൻകുട്ടി മാമന്റെ വീട്ടിൽ TV കാണാൻ പോകും. ഇവന്റെ അച്ഛന്റെ നോട്ടം മൊത്തം കൃഷ്ണൻകുട്ടി മാമന്റെ കൊടുക്കയില്, കൈ ചേർന്ന കൊടുക്കയിലാണ് പൈസ. ഒരു ദിവസം കറണ്ട് പോയ സമയത്ത് ഇവന്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി മാമന്റെ കുടുക്കയും മോടിച്ചോണ്ട് പോയി. നാട്ടിൽ മൊത്തം പാട്ടായി. മോഹനൻ കൃഷ്ണൻകുട്ടി മാമന്റെ കുടുക്കം മോട്ടിച്ചെന്നു. അയ്യോ അവസാനം എനിക്കൊരു പേര് വന്നു, കുടുക്ക മോഹൻ എന്നു. ആ നാളെക്കേട് തയ്ക്കാൻ പോയത് ഞാൻ ഇങ്ങോട്ട് കള്ളവണ്ടി കയറിയത് അറിയാമോ? എന്നാലും പ്രണയിക്കുന്നവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോ? നിങ്ങൾക്ക് പ്രണയിക്കാത്തോണ്ടാണ് നിങ്ങള്. ഞാൻ പ്രണയിക്കാത്തോണ്ട് ഇതെന്തെന്ന് അറിയാവിടെ. എന്നെ പോലെയുള്ള പ്രണയിക്കുന്നവർക്കുള്ളതാണ്. ഞാൻ ഇവിടെ വന്നു, കള്ളവണ്ടി കയറി ഇവിടെ വന്നു. എന്നെ കൈ പിടിച്ചു നിർത്തി എന്റെ ബോസ്. അദ്ദേഹത്തെ വഞ്ചിക്കാതെ അദ്ദേഹത്തിന്റെ മോളെ ഞാൻ പ്രേമിച്ചു. അതെങ്ങനെയാണ് വഞ്ചിക്കാതെ മോളെ പ്രേമിക്കുന്നത്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. സരിത ബേട്ടി, അവള് ഞാൻ നല്ല പ്രേമമായിരുന്നു. അവൾ മരിച്ചു പോയടാ. മരിച്ചുപോയി. അവിടെ ഒരു തെങ്ങ് വെച്ചു, ആ തെങ്ങ് വളർന്നു. ഇപ്പൊ മഴയത്തും മഞ്ഞത്തും ഞാൻ ആ തെങ്ങിന്റെ മുട്ടിൽ പോയി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാ നിങ്ങൾ മഴ തെങ്ങി ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? തെങ്ങായിരുന്നാലും മഴ നനയുന്ന സൈതാപേട്ടിയെ കാണാൻ ഒരു സുഖം. നിങ്ങൾ ഈ കഥയൊന്നും കേൾക്കണ്ട. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും മാമ. ഒരിക്കലും ഇല്ല, ഇവനെ ഞാൻ രക്ഷപ്പെടുത്തില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? ടെൻഷൻ അടിക്കാതെ നിങ്ങൾ എനിക്ക് ദൈവമേ 10-20 പേര് നടന്നു വരണ. 10-20 പേര് നടന്നു വരുന്നടാ. അതുകൊണ്ട് അവിടെ വരുന്നത് ഇവിടെ ആരും ഇല്ലല്ലേ? അപ്പൊ BP താന്ന് എനിക്ക് ടെൻഷൻ കാരണം BP താന്നേ. മരുന്ന് അയ്യോ എനിക്ക് BP താന്ന്.
ഒച്ചേർക്കാൻ നിൽക്കുന്ന അനാവശ്യം ഒന്നും വിളിച്ച് പറയരുത്. സജിതാ ബേട്ടി എവിടെ പട്ടേ അട്ടേ എന്റെ കാര്യം ചോദിക്ക്. പിന്നെ ആ വന്ന ആൾക്കാർ നോക്കി നോക്ക്. 10 പേര് പോയടാ. ഇപ്പഴാ 8 എണ്ണം പോയി. ഇനി 2 പേരേ ഉള്ളൂ. അത് നമ്മൾ രണ്ടുപേരും അല്ലേ? ആണോ? പിന്നല്ലാതെ. പറഞ്ഞു വിടടാ. ഇവൻ പോയില്ലടാ. ഇവനെ ബിപി താപ്പിക്കാൻ. സജിതാ ബേട്ടി കൊച്ചച്ച എങ്ങനെയുണ്ട് കൊച്ചച്ച? സുഖമുണ്ടടാ. ഞാൻ ഇവിടെ നിന്നോട്ടെ കൊച്ചച്ച. നീ ഇവിടെ തന്നെ എന്നെ നിക്കണം. കൊച്ചച്ചനെ രക്ഷിക്കും. അവരൊക്കെ വന്ന് ഇടിച്ചിടുവോ? അവനെയൊക്കെ സൂപ്പർമാനെ പോലെ ഇടിക്കൂടാ ഞാൻ. അപ്പൊ ഇവിടെ നിന്നോട്ടെ. നീ ഇവിടെ നില്ലടാ. ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ആക്കിക്കൊണ്ടില്ല. ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ടാക്കും. ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ ബാഗ് കൊടുത്തിട്ട് പോട്ടെ. എടാടാ എവിടെ പോവാൻ പോണ്? കൊച്ചച്ചന്റെ വീട്ടിലോട്ട്. എന്തിന്? അല്ല കൊച്ചച്ചൻ രക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ നീ ഇവിടെ സെറ്റ് ആവുമ്പോ ഞാൻ ഇവിടെ തെറ്റാൻ പോവാ. അതെ ഞാൻ കാര്യം പറഞ്ഞോട്ടെ. അവൻ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളെല്ലാം ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് എടാ അവൻ എന്റെ ചോരയല്ലേടാ. ഇനിയിപ്പോ 100 പേര് വന്നാലും ഞാൻ ഇടിച്ചു ഒതുക്കും. അതെങ്ങനെ ശരിയാവും? എടാ അവന്റെ അച്ഛനെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. മോനെ കൊണ്ടെങ്കിൽ ഞാൻ മുതലാക്കൂടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ദാ ഇങ്ങോട്ട് നോക്കിയേ. കണ്ട അവന്റെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ. അവൾ അച്ഛൻ അബ്കാരി കോൺട്രാക്ട് ഇട്ടിങ്ങനെയാണ്. കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ തരുമെന്ന്. 1 ലക്ഷം? ഇനി 10 ലക്ഷം തന്നാലും എന്റെ ചെറുക്കനെ ഞാൻ വിട്ടുകൊടുക്കൂല ആർക്കും. അത് ഞാൻ അറിഞ്ഞ നിങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന്. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. ദൈവമേ, എല്ലാം കൂടി കേരളത്തിൽ നിന്നാണ്ട് ഇങ്ങോട്ട് വരുമല്ലോ. എന്തിനാ ഒറ്റി കൊടുത്തന്നെ? ഒരു പാഴ്പോക 1 ലക്ഷം രൂപ തോന്നിയപ്പോ കളിക്കാതെ കാര്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷെഫീഖക്ക, എന്തുവായാലും ഷാജഹാൻ ഇതുപോലെ മുംതാസിന് ഒരു സൗധം പണിഞ്ഞു. ഈ കിട്ടണ പൈസക്ക് ഇക്കെ ഇതുപോലൊരു സൗധം പണിയണം. നിനക്കാണാ? എനിക്കല്ല, കൊച്ചത്തിന്. അപ്പൊ നീയാ? ഞാൻ ഓടാൻ പോവുമല്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.